ഭാരത് സ്ലീപ്പർ കേരളത്തിലേക്ക് വരുന്നു. ഈ വർഷം അവസാനത്തോടെ സർവീസ് ആരംഭിക്കും. ജമ്മു കന്യാകുമാരി സർവീസാണ് പരിഗണനയിലുള്ളത്. അതേസമയം മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത് കോച്ചുകൾ ഇരട്ടിയാക്കും. വർദ്ധിപ്പിച്ച കോച്ചുകൾ ഈ മാസം 22 മുതൽ സർവീസ് തുടങ്ങും. വിവരങ്ങളുമായി VS രഞ്ജിത്ത് വീണ്ടും എത്തുന്നു. നമുക്കൊപ്പം VS രഞ്ജിത്ത്, യാത്രക്കാർക്ക് സന്തോഷമുണ്ടാക്കുന്ന, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാവുന്ന ഒരു വാർത്തയാണ്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കട്ടെ. അപ്പോൾ സർവീസിന്റെ വിശദാംശങ്ങളൊക്കെ പറയൂ. സുജിയ, വന്ദേ ഭാരത് കേരളത്തിലാണ് ഏറ്റവും കൂടിയ തോതിൽ ഉപയോഗിക്കപ്പെടുകയും യാത്രക്കാർ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിന് തന്നെയായിരിക്കും വന്ദേ ഭാരതിൻ്റെ ആദ്യത്തെ സ്ലീപ്പർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ലീപ്പർ അതിൻ്റെ പണിപ്പുരയിലാണുള്ളത്. ആ സ്ലീപ്പർ വരാൻ പോകുന്നത് ജമ്മു കന്യാകുമാരി അല്ലെങ്കിൽ കശ്മീർ കന്യാകുമാരി ആയിരിക്കും. ജമ്മുവിൽ നിന്ന് കശ്മീരിലേക്ക് ഒരു പുതിയ റെയിൽപാത നിർമ്മാണത്തിലാണ്. അതിൻ്റെ നിർമ്മാണം പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നിർമ്മാണം പൂർത്തിയായിട്ട് അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കന്യാകുമാരി കശ്മീർ ആയിരിക്കും ആ സർവീസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഡിസംബർ ജനുവരി മാസം 2025 ഡിസംബർ അല്ലെങ്കിൽ 2026 ജാനുവരിയോടുകൂടി തന്നെ ആ സ്ലീപ്പർ വന്ദേ ഭാരത് കേരളത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിന് തന്നെയായിരിക്കും ആ വന്ദേ ഭാരത് സ്ലീപ്പർ എത്തുമ്പോൾ പരിഗണന എന്നും റെയിൽവേയുടെ ഭാഗത്ത് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം കേരളത്തിലെ യാത്രക്കാർക്ക് ഏറെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം, നിലവിൽ 8 കോച്ചുകളുമായി ഓടിക്കൊണ്ടിരിക്കുന്ന വന്ദേ ഭാരത്, അതായത് മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത് ഇരട്ടി കോച്ചുകളുമായി, അതായത് 16 കോച്ചായി ഉയർത്താൻ പോവുകയാണ്. അപ്പോൾ വന്ദേ ഭാരതിനെ ഇഷ്ടപ്പെടുന്ന, വന്ദേ ഭാരതിലെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യം, കൂടുതൽ യാത്രക്കാർക്ക് വന്ദേ ഭാരതിനെ ആശ്രയിക്കാൻ സാധിക്കും. അത് ഈ മാസം 22-ാം തീയതി തന്നെ വർദ്ധിപ്പിച്ച കോച്ചുകളോടുകൂടിയുള്ള വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കും. മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരതിലാണ് 16 കോച്ചുകളുമായി സർവീസ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ സർവീസ് തുടങ്ങട്ടെ. വന്ദേ ഭാരത് സ്ലീപ്പർ വരുന്നു. അപ്പോൾ ഇപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത്, വന്ദേ ഭാരതിൽ പോകാൻ നല്ല യാത്രാ സൗകര്യമൊക്കെയാണ്, പക്ഷേ കുറച്ച് തൊട്ട് കൂടുതൽ കൊടുക്കണമല്ലോ എന്നുള്ളതാണ്. സ്ലീപ്പർ വരുമ്പോഴേക്കും ഈ ടിക്കറ്റ് നിരക്കും ഒരു സാധാരണ നിലയിലേക്കൊക്കെ മാറുമായിരിക്കും അല്ലേ? ടിക്കറ്റ് നിരക്കിൻ്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം കൂടുതൽ സൗകര്യങ്ങളോട് കൂടി വരുമ്പോൾ ഉയർന്ന നിരക്ക് എന്നുള്ളതായിരിക്കും റെയിൽവേ സ്വീകരിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് വന്ദേ ഭാരതിൻ്റെ സ്ലീപ്പർ ആകുമ്പോൾ ആ സ്ലീപ്പറിലെ സൗകര്യങ്ങൾ കുറച്ച് അധികമാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ വന്ദേ ഭാരതിനകത്ത് ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ടിക്കറ്റ് നിരക്കിൽ എന്തെങ്കിലും കുറവുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വിവരവും റെയിൽവേയുടെ ഭാഗത്തുനിന്നില്ല. ഓക്കെ, അപ്പൊ ആ ഒരു പ്രതീക്ഷയൊക്കെ പോയി. എന്നാലും കുഴപ്പമില്ല, കൂടുതലാണെങ്കിൽ പോലും നല്ല യാത്ര, അതെ, നല്ല കീറാത്ത നല്ല കോച്ചുകൾ, നല്ല സീറ്റ്, അങ്ങനെ നല്ല സുഖമായിട്ട് നമ്മുടെ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ഇനി വേണം നമുക്ക് അങ്ങോട്ട് സുഖിക്കണം അല്ലേ രഞ്ജിത്ത്? അതെ, വന്ദേ ഭാരത് കൂടുതൽ സൗകര്യങ്ങളോട് വരുമ്പോൾ കേരളത്തിൽ അല്പം ടിക്കറ്റ് നിരക്ക് കൂടുതലാണെങ്കിലും വന്ദേ ഭാരതിനെ ആശ്രയിക്കുന്ന യാത്രക്കാരുടെ എണ്ണം കൂടുതലാണ്. കൂടുതൽ സൗകര്യങ്ങളുണ്ട്, മാത്രമല്ല വേഗത്തിൽ എത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. സ്ലീപ്പർ വരുമ്പോൾ ഈ നിരക്കിൽ വർധനയുണ്ടെങ്കിൽ പോലും അതിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കൂടുതലായിരിക്കും.